ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ കോമൺ ആയിട്ട് പറയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നിന്നെ കാത്തു നിൽക്കുകയാണ്, ഞാൻ നിന്നെ കാത്തു നിൽക്കാറുണ്ട്, അവൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ടാകും, നീ എന്നെ കാത്തു നിൽക്കുമോ, ഇങ്ങനെ കാത്തു നിൽക്കുക എന്നുള്ള ആ ഒരു വെർബ് യൂസ് ചെയ്തുകൊണ്ട് എത്തരത്തിൽ നമ്മൾ സെൻറ്റൻസുകൾ മലയാളത്തിൽ പറയാറുണ്ടോ അതുപോലെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു കിടിലൻ സെൻറ്റൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ നിന്നെ കാത്തു നിൽക്കുകയാണ് എന്നാണ്. സിമ്പിളാണ്, നമ്മളെപ്പോഴും പറയാറുള്ളതാണല്ലേ. ഞാൻ നിന്നെ കാത്തു നിൽക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഞാൻ നിന്നെ കാത്തു നിൽക്കുകയാണ്. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഞാൻ ഇന്നലെ 6 മണി വരെ നിന്നെ കാത്തിരുന്നു അല്ലേ. നമ്മൾ പറയാറുണ്ട് ഞാൻ ഇന്നലെ 6 മണി വരെ നിന്നെ കാത്തിരുന്നു. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വരുന്നവരോടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്കിങ്ങനെ പറയണമെങ്കിൽ ഞാൻ ഇന്നലെ 6 മണി വരെ നിന്നെ കാത്തിരുന്നു എന്നെങ്ങനെയാണ് പറയുക? ഞാൻ കാത്തിരുന്നു ഇന്നലെ എന്നാണ് പറയുന്നത്. കഴിഞ്ഞു പോയ ഒരു കാര്യമാണല്ലേ. ഐ വെയിറ്റഡ് ഫോർ യു അൻറ്റിൽ 6 yesterday. അത് എവിടെ നമുക്ക് AM-ഓ PM-ഓ അത് എന്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഐ വെയിറ്റഡ് ഫോർ യു അൻറ്റിൽ വരെ 6 yesterday. 6 o'clock yesterday എന്ന് പറയാം, അല്ലെങ്കിൽ 6 PM yesterday എന്ന് പറയാം, അല്ലെങ്കിൽ 6 AM yesterday എന്ന് പറയാം. അത് നമ്മുടെ എപ്പോഴാണോ നമ്മുടെ സിറ്റുവേഷൻ ആ സമയം നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഐ വെയിറ്റഡ് ഫോർ യു അൻറ്റിൽ 6 PM yesterday എന്ന് പറയാം. ഓക്കെ, ഞാൻ ഇന്നലെ 6 മണി വരെ അവളെ കാത്തിരുന്നു പക്ഷെ അവൾ വന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഞാൻ ഇന്നലെ 6 മണി വരെ അവളെ കാത്തിരുന്നു പക്ഷേ അവൾ വന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞത് ഞാൻ നിന്നെ എന്നായിരുന്നു. സിമ്പിളാണല്ലേ. അപ്പം ഐ വെയിറ്റഡ് ഫോർ ഹെർ, ഞാൻ അവളെയാണ് കാത്തിരുന്നത് അല്ലേ. ഐ വെയിറ്റഡ് ഫോർ ഹെർ അൻറ്റിൽ 6 PM yesterday. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐ വെയിറ്റഡ് ഫോർ ഹെർ അൻറ്റിൽ 6 PM-ഓ AM-ഓ അല്ലെങ്കിൽ 6 o'clock-ഓ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. 6 PM yesterday. ബട്ട് അല്ലേ, പക്ഷേ അവൾ വന്നില്ല എന്നാണ്. ബട്ട് ഷീ ഡിഡിൻ കം, പക്ഷേ അവൾ വന്നില്ല. അപ്പം ഐ വെയിറ്റഡ് ഫോർ ഹെർ അൻറ്റിൽ 6 PM yesterday ബട്ട് ഷീ ഡിഡിൻ കം. ഓക്കെ, നെക്സ്റ്റ്, നമ്മളൊരാളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നീ എന്നെ 5 മിനിറ്റ് കാത്തു നിൽക്കുമോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിലോ അത് 2-3 രീതിയിൽ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. നീ എന്നെ 5 മിനിറ്റ് കാത്തു നിൽക്കുമോ? ഇപ്പം നമ്മളൊന്ന് റെഡി ആവാനുള്ളൊരു ടൈം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളൊരു ടൈം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് അത് തീർക്കാനുള്ളൊരു ടൈം, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് നീ എന്നെ ഒരു 5 മിനിറ്റ് കാത്തു നിൽക്കുമോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിലോ ക്യാൻ യൂസ് ചെയ്ത് ചോദിക്കാം, കുഡ് യു പ്ലീസ് എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ വില്ല് യൂസ് ചെയ്ത് ചോദിക്കാം. നമുക്കിത് 3ഉം യൂസ് ചെയ്ത് എങ്ങനെ ചോദിക്കാം എന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ക്യാൻ യൂസ് ചെയ്ത് എങ്ങനെ ചോദിക്കാം എന്ന് നോക്കാം. ക്യാൻ യു വെയിറ്റ് ഫോർ മീ, നീ എന്നെ കാത്തു നിൽക്കുമോ ഫോർ 5 minutes അല്ലേ. ക്യാൻ യു വെയിറ്റ് ഫോർ മീ, നീ എന്നെ കാത്തു നിൽക്കുമോ ഫോർ 5 minutes, ഒരു 5 മിനിറ്റ് അല്ലേ. ഇനി കുഡ് യൂസ് ചെയ്ത് നമുക്കൊന്നുകൂടി പൊളൈറ്റായി ചോദിക്കാം. കുഡ് യു പ്ലീസ് വെയിറ്റ് ഫോർ മീ, നീ എന്നെ പ്ലീസ് ദയവായി ഒന്ന് കാത്തു നിൽക്കുമോ ഫോർ 5 minutes. കുഡ് യു പ്ലീസ് വെയിറ്റ് ഫോർ മീ ഫോർ 5 minutes. ഇനി ചുമ്മാ നമുക്ക് വെറുതെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ വില്ല് യൂസ് ചെയ്തും ചോദിക്കാനായിട്ട് പറ്റും. എങ്ങനെ? വിൽ യു വെയിറ്റ് ഫോർ മീ, വിൽ യു വെയിറ്റ് ഫോർ മീ ഫോർ 5 minutes. അപ്പോൾ വില്ലായാലും ക്യാനായാലും കുഡായാലും ഒരേ റൂൾസ് തന്നെയാണ്. കുഡിൻ്റെ കൂടെ ഒന്നും കൂടി പൊളൈറ്റായി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഒരു പ്ലീസ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ്, നമ്മളിപ്പം ഒരു കോളേജിലേക്ക് പോകുന്നൊരു കുട്ടി, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്നൊരു വ്യക്തി ആരോ ആവട്ടെ, നമ്മൾ പറയാറുണ്ടെങ്കിലേ നമ്മൾ പറയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ഞാൻ നിന്നെ കാത്തു നിന്നത് കൊണ്ട് എൻ്റെ ബസ് മിസ്സായി, അല്ലെങ്കിൽ എൻ്റെ ബസ് പോയി എന്നൊക്കെ നമുക്ക് പറയാറുണ്ട്. എനിക്ക് ബസ് മിസ്സായി പോയി എന്നൊക്കെ പറയാറുണ്ട്. നിന്നെ കാത്തു നിന്നത് കൊണ്ടാണ് എൻ്റെ ബസ് പോയത് അല്ലേ. അവർ ചിലപ്പോൾ ആ സമയത്ത് എത്താം നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ ആ സമയത്ത് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല, പക്ഷേ നമ്മുടെ ബസ് പോയിട്ടുണ്ടാകും. ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറയാണ്,
ഞാൻ നിന്നെ കാത്തു നിന്നത് കൊണ്ട് എൻ്റെ ബസ് പോയി, അല്ലെങ്കിൽ എനിക്ക് ബസ് മിസ്സായി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. എങ്ങനെയാണ് പറയുക? ഞാൻ നിന്നെ കാത്തു നിന്നത് കൊണ്ട് എന്ന് പറയുമ്പം ആ കാത്തു നിന്നതാണ് നമ്മുടെ ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ബിക്കോസ് ആദ്യം ആഡ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ സെൻറ്ററിൽ ആഡ് ചെയ്ത് പറയാം. ഫസ്റ്റ്, ബിക്കോസ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. ബിക്കോസ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. ഞാൻ നിന്നെ കാത്തു നിന്നത് കൊണ്ട്. ഐ മിസ്ഡ് മൈ ബസ്. ഐ മിസ്ഡ് മൈ ബസ്. ഞാൻ നിന്നെ കാത്തു നിന്നത് കൊണ്ട് എൻ്റെ ബസ് എനിക്ക് മിസ്സായി എന്നാണ് പറയുന്നത്, അല്ലേ? ഇനി നമുക്ക് സെൻറ്ററിൽ ബിക്കോസ് ആഡ് ചെയ്ത് എങ്ങനെ പറയാം? ഫസ്റ്റിൽ ബിക്കോസ് ആഡ് ചെയ്യുമ്പം സെൻറ്ററിൽ ഒരു കോമ ചേർക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിങ്ങനെയും പറയാം കേട്ടോ. ഐ മിസ്ഡ് മൈ ബസ്. ഐ മിസ്ഡ് മൈ ബസ് ബിക്കോസ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. ഐ മിസ്ഡ് മൈ ബസ് ബിക്കോസ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. ഞാൻ നിന്നെ കാത്തു നിന്നത് കൊണ്ട് എൻ്റെ ബസ് മിസ്സായി. ഓക്കെ, നെക്സ്റ്റ്, 10 മണി മുതൽ ഞാൻ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്, അല്ലേ? ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ പഠിച്ചതാണ്. 10 മണി മുതൽ ഞാൻ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു പ്രോസസ്സ് തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. ഞാൻ നിന്നെ കാത്തു നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്. സിൻസ് 10 o'clock. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 10 o'clock. ഞാൻ 10 മണി മുതൽ നിന്നെ കാത്തു നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു പ്രവൃത്തി തുടരുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 10 o'clock എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പം നമ്മൾ മക്കളോടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരോടെങ്കിലും നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, നീ എന്തിനാ ഇത്രയും സമയം അവളെ കാത്തു നിൽക്കുന്നത്? നീ എന്തിനാ ഇത്രയും സമയം അവളെ കാത്തു നിൽക്കുന്നത്? നിനക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ നീ എന്തിനാ ഇത്രയും സമയം അവളെ കാത്തു നിൽക്കുന്നത്? പല സിറ്റുവേഷനിലും നമുക്കത് ചോദിക്കാം കേട്ടോ. എങ്ങനെ ചോദിക്കുക? ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. വൈ ആർ യു വെയിറ്റിംഗ് ഫോർ ഹർ? വൈ ആർ യു വെയിറ്റിംഗ് ഫോർ ഹർ? നീ എന്തിനാ അവളെ കാത്തു നിൽക്കുന്നത്? ഫോർ സോ ലോങ്. ഫോർ സോ ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ സോ ആഡ് ചെയ്തത്. അപ്പം നീ എന്തിനാ അവളെ ഇത്രയും സമയം കാത്തു നിൽക്കുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ അവളെയോ അവനെയോ അവരെയോ എന്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഒരു നെയിം ആണെങ്കിൽ അതും നമുക്കവിടെ പറയാം. നീ എന്തിനാ അരുണിനെ ഇത്രയും സമയം കാത്തു നിൽക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് അവൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈ ആർ യു വെയിറ്റിംഗ് ഫോർ ഹർ ഫോർ സോ ലോങ്? ഓക്കെ, നെക്സ്റ്റ്, അവൾ എന്നെ കാത്തു നിൽക്കാതെ പോയി എന്നെങ്ങനെ പറയാം? അവൾ പോയി, അല്ലേ? ഷീ വെൻറ്റ് അല്ലെങ്കിൽ ഷീ ലെഫ്റ്റ് എന്നൊക്കെ പറയാം. അവൾ എന്നെ കാത്തു നിൽക്കാതെയാണ് പോയത് എന്ന് പറയണം നമുക്ക്. എങ്ങനെ പറയാം? പാസ്റ്റാണ്. ഷീ ലെഫ്റ്റ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ മീ. ഷീ ലെഫ്റ്റ്, അവൾ പോയി. വിത്തൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാതെ, അല്ലെങ്കിൽ അത് ഇല്ലാതെ, ഞാനില്ലാതെയാണ് അവൾ പോയത് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വിത്തൗട്ട് എന്ന് യൂസ് ചെയ്യുക. അപ്പം ഷീ ലെഫ്റ്റ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ മീ. അവൾ എന്നെ കൂടാതെ പോയി. അപ്പോൾ അവിടെ നമ്മൾ എന്നെ കാത്തു നിൽക്കാതെ പോയി എന്നാണല്ലോ. അപ്പോൾ ഷീ ലെഫ്റ്റ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ മീ. ഷീ ലെഫ്റ്റ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ മീ. അവൾ എന്നെ കാത്തു നിൽക്കാതെ പോയി. ഈ ലെഫ്റ്റ് ഉള്ള സ്ഥലത്ത് നമുക്ക് വെൻറ്റ് യൂസ് ചെയ്യാം. ഷീ വെൻറ്റ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ മീ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, നെക്സ്റ്റ്, അവൾക്കൊരു 5 മിനിറ്റ് കൂടി കാത്തു നിൽക്കാമായിരുന്നു, അല്ലേ? അവൾക്ക് ഒരു 5 മിനിറ്റ് കൂടി കാത്തു നിൽക്കാമായിരുന്നു എന്ന് പറയാറുണ്ട്, അല്ലേ? അത് അവൾ നിൽക്കാതെ പോയത് അവളുടെ തെറ്റാണ്. അവിടെ നമ്മൾ ഏത് സിറ്റുവേഷനാണ് യൂസ് ചെയ്യുക? ഷീ കുഡ് ഹാവ് വെയിറ്റഡ്. കുഡ് ഹാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെർബ് V3 ഫോമിലായിരിക്കും. വെയിറ്റഡ് ഫോർ ജസ്റ്റ് 5 more minutes. ജസ്റ്റ് 5 more minutes. അവൾക്കൊരു 5 മിനിറ്റ് കൂടി കാത്തു നിൽക്കാമായിരുന്നു. ഇപ്പം എന്നെ ആയിരിക്കാം, അവളെ ആയിരിക്കും. ഷീ കുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ, അല്ലേ? എന്നെ ആയതുകൊണ്ട് നമുക്ക് ഫോർ മീ എന്ന് പറയാം. അവളെ ആണെങ്കിൽ ഫോർ ഹെർ പറയാം. നിന്നെ ആണെങ്കിൽ ഫോർ യു എന്ന് പറയാം. ഇങ്ങനെ അവിടെ ഫോർ കഴിഞ്ഞതിന് ശേഷം ആരെയാണോ നമ്മൾ സൂചിപ്പിക്കുന്നത് അതിൻ്റെ പ്രോണൗണോടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ അത് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഷീ കുഡ് ഹാവ് വെയിറ്റഡ് ഫോർ ജസ്റ്റ് 5 more minutes. ഇവിടെ മോർ മിനിറ്റ്സ്, ഒരു 5 മിനിറ്റ്, അല്ലേ? ഒരു 5 മിനിറ്റ് എന്നെ കാത്തു നിൽക്കാമായിരുന്നു. ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത് കൊണ്ടാണ് ജസ്റ്റ് മോർ 5 minutes എന്ന് പറയുന്നത്. ഓക്കെ, ഷീ കുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് വെയിറ്റഡ് ഫോർ
5 more minutes എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ന് പറയുന്നതിന് തുല്യമാണ്. ഓക്കെ, എനിക്ക് നിന്നെ കാത്തു നിൽക്കാൻ സമയമില്ല. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണല്ലേ, എനിക്ക് നിന്നെ കാത്തു നിൽക്കാൻ സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം ടു വെയിറ്റ് ഫോർ യു. ഐ ഡോണ്ട് ഹാവ് ടൈം ടു വെയിറ്റ് ഫോർ യു. എനിക്ക് നിന്നെ കാത്തു നിൽക്കാൻ സമയമില്ല. ഓക്കെ, നീ നാളെ മുതൽ ബസ് സ്റ്റോപ്പിൽ എന്നെ കാത്തു നിൽക്കുമോ? നീ നാളെ മുതൽ ബസ് സ്റ്റോപ്പിൽ എന്നെ കാത്തു നിൽക്കുമോ എന്നെങ്ങനെ പറയാ? വിൽ യു വെയിറ്റ് ഫോർ മീ അറ്റ് ദ ബസ് സ്റ്റോപ്പ്. നാളെ മുതൽ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്കവിടെ വില്ലായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള. അപ്പം വിൽ യു വെയിറ്റ് ഫോർ മീ അറ്റ് ദ ബസ് സ്റ്റോപ്പ്. നീ എന്നെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമോ? ഫ്രം ടുമോറോ. ഇവിടെ ഫ്രം ടുമോറോ, ഫ്രം നമ്മൾ മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ടും ഫ്രം യൂസ് ചെയ്യും. വിൽ യു വെയിറ്റ് ഫോർ മീ അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഫ്രം ടുമോറോ. നാളെ മുതൽ നീ എന്നെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമോ? ഓക്കെ, നെക്സ്റ്റ്, അവൾ എന്നെ കാത്തു നിന്നില്ല. ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലേ, ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുപോലെ തന്നെ നമ്മൾ പല സെൻറ്റൻസുകളും പറഞ്ഞു. ഇനി നെഗറ്റീവിൽ പറയണം, അവൾ എന്നെ കാത്തു നിന്നില്ല എന്നെങ്ങനെ പറയാം? ഷീ ഡിഡ്ന്റ് വെയിറ്റ് ഫോർ മീ. അവൾ എന്നെ കാത്തു നിന്നില്ല. നെക്സ്റ്റ്, നമ്മളിങ്ങനെ പറയാറുണ്ട്, അവൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ടാകും. അവൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ടാകും അല്ലേ, നമ്മൾ പറയാറുണ്ടല്ലോ. ഈ ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ട് വിൽ ബി യൂസ് ചെയ്യാം, മൈറ്റ് ബി യൂസ് ചെയ്യാം, വുഡ് ബി യൂസ് ചെയ്യാം അല്ലേ. അവൾ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പറയാം. ഷീ മൈറ്റ് ബി വെയിറ്റിംഗ് ഫോർ മീ. ഷീ മൈറ്റ് ബി വെയിറ്റിംഗ് ഫോർ മീ. ഇവിടെ നമ്മൾ മൈറ്റ് ബി എന്ന് യൂസ് ചെയ്തത് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് സംശയ രൂപത്തിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? മൈറ്റ് ബി വെയിറ്റിംഗ് ഫോർ മീ. അവൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ടാകും. ഷീ മൈറ്റ് ബി വെയിറ്റിംഗ് ഫോർ മീ. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എൻ്റെ സുഹൃത്തിനെ കാത്തു നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് നീ വിളിച്ചത്. ഞാൻ എൻ്റെ സുഹൃത്തിനെ കാത്തു നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് നീ വിളിച്ചത് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സിമ്പിളാണ്, കുറച്ച് ഒരു 2 ലൈൻ ഉണ്ടെങ്കിലും കാര്യം സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ കാത്തു നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് നീ വിളിച്ചത്. ഇത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ ഞാൻ മുകളിലാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നല്ല കാറ്റും ഉണ്ട്. ഇവിടെ തുണി കഴുകിയിട്ടതിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ പാറി കളിക്കുന്നത്. പിന്നെ വാട്സപ്പ് ക്ലാസ്സിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മിക്കവാറും മെയ് 1 വാട്സപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നമ്പർ ഞാൻ തരാം. അപ്പോൾ എല്ലാവരും ഒരുപാട് പേരുണ്ടെങ്കിൽ, അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ജെൻസിന് വേറെ ആയിരിക്കും, അതുപോലെ ലേഡീസിൻ്റെ ഗ്രൂപ്പ് വേറെ ആയിരിക്കും. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. നോക്കട്ടെ, കഴിയുന്നതും മെയ്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. അത് ഒരു 7 ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് നോക്കാം. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് തൃപ്തിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. 3 മാസത്തെ ഒരു കോഴ്സാണ്. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത, ബേസ് പോലും അറിയാത്തവരാണ് അതിൽ കൂടുതലായിട്ട് ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. കുറച്ചറിയുന്നവരാണെങ്കിൽ അതിൽ വന്നിട്ടൊരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസാണ് തുടങ്ങുക. അപ്പോൾ ആ ബേസ് വരുമ്പം 3 മാസം കൊണ്ട് പറ്റാവുന്നിടത്തോളം നിങ്ങൾക്ക് മനസ്സിലാകും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേണമെങ്കിൽ നമുക്കതിൻ്റെ തുടർച്ചയായിട്ട് ഒരു 3 മാസത്തെ കോഴ്സ് അങ്ങനെ ചെയ്യാം. ഇനി 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു 2 മാസം കൂടി നമുക്കത് നീട്ടിയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതൊക്കെ പയ്യെ നമുക്ക് പറയാം. അപ്പം ഇപ്പോൾ പറയുന്നത് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണ് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടത്. അതിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് പറയേണ്ടത്. നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അതിലേക്ക് ഇതാക്കാണ്ട്. അപ്പം 7 ദിവസം നിങ്ങൾക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. അല്ലാത്തവർക്ക് 7 ദിവസം കഴിഞ്ഞിട്ട് പോകാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ മെയിൽ നോക്കട്ടെ, മെയ് 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.